അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ഇന്ന് നമുക്കൊരു കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്, ബിരിയാണി വയ്ക്കാനായിട്ട് പോവാണ്. ഒരു തട്ടിക്കോട്ട് ബിരിയാണി. എല്ലാ സാധനങ്ങളൊന്നുമില്ല, എന്നാലും ബിരിയാണി കഴിക്കണം തോന്നി. കുറേ നാളിന് ശേഷമാണ് ഒരു ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ആവശ്യത്തിന് സവാളയും കറിവേപ്പിലയും ഫസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് വറുക്കാൻ. അല്ലാതെ ഇത് നമ്മുടെ ബീഫിന് ഉള്ള മസാലയാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും അരച്ച് വെച്ചിട്ടുണ്ട്. അത് ബീഫ് കഴുകി കൊണ്ടുവന്ന് അതിൽ പുരട്ടി എടുക്കണം. പിന്നെ 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം മറ്റേത് വറക്കാനുള്ളതാണ്, ഇത് ഗ്രേവിക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലോട്ടിടുക. കുക്കറിലോട്ടിട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇട്ട് ഇപ്പോൾ ബീഫ് 2-3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന മസാലയും ഉപ്പും ആവശ്യത്തിന് ഉപ്പിട്ട്, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അല്പം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ബീഫിൽ ഇറച്ചിയിൽ പിടിക്കത്തക്ക രീതി നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നമ്മുടെ കുഞ്ഞടുക്കളയിലൊരു ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് തരിക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി കുക്കർ അടച്ചു വെച്ചു വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി അരി കഴുകി നമുക്ക് വെള്ളം ഒഴിച്ച് ഇടാം. അങ്ങനെ അരിയെല്ലാം കഴുകി വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വിനാഗിരി ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള, നമ്മുടെ മല്ലിയിലയും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. വറുത്ത് കോരിയതിന് ശേഷം നമ്മുടെ സവാള ഇട്ട് കൊടുത്ത്, ഇതൊരു ക്യാരറ്റും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഓഫാക്കി നോക്കിയപ്പോഴത്തേക്ക് നല്ല പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി ഇതാ റെഡിയാക്കാൻ നമുക്ക് സവാളയും ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് സവാള മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് പുരട്ടി എടുക്കാം. പുറത്ത് നല്ല മഴയുടെ മട്ടാണ്. മഴ പെയ്യുന്നില്ല, പക്ഷേ നല്ല കോളുണ്ട്. പിന്നെ അരി വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് ഏലക്കായും ഇച്ചിരി കുരുമുളകും ഗ്രാമ്പും ഒക്കെ ഇട്ട് പുറത്ത് അടുപ്പിൽ തന്നെ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്ത് അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചിട്ട് കൊടുക്കാം. എനിക്കിങ്ങനെ എടുക്കാനാണ് ഇഷ്ടം, കോരി എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണ് ഊറ്റിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ഇച്ചിരി കളറും നെയ്യും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റോസ് വാട്ടറിനകത്തൊരു ശകലം കളറിട്ട് എടുത്തേത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതും പിന്നെ തക്കാളിയും കറിവേപ്പില, എനിക്ക് മല്ലിയില ഇല്ലായിരുന്നു. പിന്നെ എന്താണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലായിരുന്നു. എന്നാലും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. നമ്മുടെ ചോറ് സൂപ്പർ ചോറായിരുന്നു. അപ്പോൾ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബിരിയാണിയെല്ലാം റെഡിയായി.
ഇതാ വെയിറ്റൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷം എന്താ നമ്മൾ എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചോറായിരുന്നു. ഇതൊരുപാട് ദിവസത്തേക്ക് മുമ്പുള്ളൊരു വീഡിയോ ആയിരുന്നു. എഡിറ്റ് ചെയ്ത് എടുത്തില്ലായിരുന്നു, കാരണം മറ്റേ ഫോണിൽ പിടിച്ച വീഡിയോ ഇത് കേട്ടോ. പിന്നീടാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. അപ്പോൾ ഊണിന് എടുത്തതാണ്, കഴിക്കാനായിട്ട് എടുത്തതാണ്. നാരങ്ങ അച്ചാറും ഇച്ചിരി കച്ചമ്പറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി.